അടുപ്പുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചോറും കറിയൊക്കെ ഈ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കുക. നമുക്ക് പിന്നെ വിറക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കത്തിക്കാനും എളുപ്പമായി. ഇപ്പം അമ്മ ഇതേ ചിക്കൻ പൊരിച്ചുകൊണ്ട് നിൽക്കാനുണ്ടോ. അപ്പോൾ ഞാനും ആദർശനും വർത്താനം പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുണ്ടോ, വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാനുണ്ടോ. അമ്മ ഇത് വിറകൊക്കെ ഇവിടെ അടക്കി പറക്കി വെച്ചിട്ടുണ്ട്. ഈ മഴക്കാലം വരെ നമ്മൾ അടുപ്പത്ത് തന്നെയാവട്ടെ കുക്കിങ്, ചോറും ചൂടുവെള്ളവും ഇതുപോലെ കറികളൊക്കെ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം അടി പിടിക്കാതെ നോക്കണം കേട്ടോ. പെട്ടെന്ന് അടി പിടിക്കും, അതൊന്നും നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിഷ്ണേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആമീനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ആമി വെച്ചെങ്കിൽ പിന്നെ ആര് വിളിച്ചാലും അവരോടൊപ്പം പോകുമല്ലോ. പാല് ഗ്യാസും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം അടുക്കളയ്ക്ക് ഓടി പോകുന്നു. ക്രിസ്മസ് ഒക്കെ വരാൻ പോകണം, നമുക്കൊരു കുഞ്ഞ് ഗീവ് വിട്ടാലോ. ഈ ഒരു കാസറോളിൽ സെറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോന്റെ താഴെ മാക്സിമം കമന്റ് ചെയ്യുക. ഇതിന്ന് ഔട്ട് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഈ ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ 100K അടിക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ചും കൂടി ഉള്ളപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല ഗിവ് ഒക്കെ ആയിട്ട് ഞാൻ വരാട്ടോ. പിന്നെ ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും സ്റ്റാറും അതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ തിളങ്ങിയോണ്ട് നിൽക്കാനുണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ആമി ഇതേ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാനുണ്ടോ. അപ്പോൾ അച്ഛനെ പേടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പോയി. പിന്നെ നേഴ്സായിട്ട് അച്ഛൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് അവൾ വേഗം ഇതേ അകത്തേക്ക് ഓടി പോന്നു കേട്ടോ. അങ്ങനെ ഇത് അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുനും ഞാനും ആദർശനും കൂടിയിട്ട് ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഫുഡ് വേണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കരോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അപ്പൂപ്പന്മാരൊക്കെ ഇരുന്ന് ഡാൻസ് കളിക്കാണ്. പക്ഷേ ഈ അപ്പൂപ്പന്മാർക്ക് അധികം ഡാൻസ് കളിക്കാൻ പറ്റിയില്ല. അപ്പൂപ്പന്മാർക്ക് അധികം നേരം ഡാൻസ് കളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല കേട്ടോ. നമ്മളെല്ലാവരും അകത്തേക്ക് പോന്നപ്പോൾ നമ്മുടെ ആമി പുറത്തുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇത് മറന്നു. ആമി അച്ഛൻ അവരേനെയൊക്കെ ഓടിപ്പിച്ച് ആകെ അവിടെ അലമ്പാക്കിട്ടോ. ഇവളാരേനെയും കടിക്കുന്നില്ല, പക്ഷെ നമ്മളതിനൊരു പട്ടിക്കുട്ടി വന്ന് ഓടിപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും പേടിക്കുമല്ലോ. ഒരു അപ്പൂപ്പൻ വിഷ്ണുവിന്റെ ഒക്കത്തൊക്കെ ആയിരുന്നു. സത്യം പറയാച്ചാൽ നമ്മൾ ഇവളുടെ കാര്യം മറന്നുപോയതായിരുന്നു കേട്ടോ. കാരണം ഇവള് ഈ സൈഡിലായിരുന്നു. പിന്നെ ഇവരുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ കൂടെ ഓടിപ്പോണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചോറുണ്ടാണ്. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിങ്ങളുടെ എനിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. നമ്മുടെ പൂരും ക്രിസ്മസും കല്യാണമൊക്കെ ഒരൊറ്റ ആഴ്ചയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് തിരക്കിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഓരോരോ പരിപാടി പ്ലാൻ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞത് വിഷ്ണുവേട്ടൻ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.